നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയാലോ? അപ്പം അതിനായിട്ട് കുറച്ച് പച്ചരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ. ഇതിലേക്ക് നമുക്ക് 2-3 തവണ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രി വെച്ചത് ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറേശ്ശെ ഒന്ന് അരച്ചെടുത്ത് വെക്കാം. ഇപ്പം നമ്മുടെ മാവ് അരച്ച് 2 പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതേ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ലേശം ചോറ്, പഞ്ചസാര, കുറച്ച് ഈസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ഈസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത കുറച്ച് തേങ്ങാ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്താൽ ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതൊന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ അപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാലപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പാലപ്പം എടുക്കുന്ന വീഡിയോ, ആദ്യത്തെ വീഡിയോ ഞാൻ എടുത്തു വെക്കുന്ന വീഡിയോ മിസ്സായതാണ്. ഇതിപ്പോൾ ലാസ്റ്റ് എല്ലാം ചുട്ടതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഞാൻ കാണിക്കുന്നത്.